അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിനുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് നിർത്തിവെച്ചു. നടപടികളിൽ ക്രമക്കേടെന്നാരോപിച്ച് ഭൂസമരസമിതി നേതാക്കൾ ഇടപെട്ടതോടെയാണ് നടപടികൾ അധികൃതർ അവസാനിപ്പിച്ചത്. നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ചാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ലാൻഡ് റിഫോംസ് ഡെപ്യൂട്ടി കളക്ടർ VT ഘോളിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടപടികൾ ആരംഭിച്ചിരുന്നത്. ഉത്തരവിലില്ലാത്ത പ്രദേശവും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയെന്നും ആകെ 144 പ്ലോട്ടുകൾ നൽകുന്നതിനായി 417 അപേക്ഷകരെയും വിളിച്ചുവരുത്തി ബുദ്ധിമുട്ടിച്ചെന്നും ആരോപിച്ചാണ് ആദിവാസി ഭൂസമരസമിതി നേതാവ് ബിന്ദു വൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നടപടികൾ തടഞ്ഞത്. തങ്ങൾ സമരം ചെയ്ത ശേഷം മാത്രമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമികൾ വിതരണം ചെയ്യാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായതെന്നും മുഴുവൻ പേർക്കും ഭൂമി നൽകാൻ നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. മാത്രവുമല്ല, ഒരു വാർഡിലെ 60ഓളം പേർക്ക് മാത്രം നറുക്കെടുപ്പിലൂടെ ഭൂമി ലഭിക്കുന്ന സാഹചര്യമുണ്ടായത് ക്രമക്കേടാണെന്നും ഇവർ ആരോപിച്ചു. ഇതോടെ അധികൃതർ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി നറുക്കെടുപ്പ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ച് മടങ്ങുകയായിരുന്നു. രണ്ടാം ഘട്ട നിക്ഷിപ്ത വനഭൂമി വിതരണത്തിനായി 417 അപേക്ഷകരുടെ ഗുണഭോക്തൃ ലിസ്റ്റാണ് തയ്യാറാക്കിയിരുന്നത്. അകമ്പാടം വില്ലേജിലെ കണ്ണൻകുണ്ട് ബീറ്റിലും കുറുമ്പലങ്ങോട് വില്ലേജിലെ നെല്ലിപ്പോയിൽ കൊടിയേരി ബീറ്റിലും 50 സെന്റ് വീതവും അകമ്പാടം അത്തിക്കൽ ബീറ്റിൽ 20 സെന്റ് വീതവും ഭൂമിയാണ് വിതരണത്തിനായി തീരുമാനിച്ചിരുന്നത്. ഒന്നാം ഘട്ടത്തിൽ വിവിധയിടങ്ങളിലായി 570 ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്കായി 72 ഹെക്ടറോളം സ്ഥലത്തിന്റെ പട്ടയം ഉൾപ്പെടെ വിതരണം പൂർത്തിയാക്കിയിരുന്നു. രണ്ടാം ഘട്ട നടപടികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. LR ഡെപ്യൂട്ടി കളക്ടർ VT ഘോൾ, ITDP ഓഫീസർ സിന്ധു, തഹസിൽദാർ MP സിന്ധു, ഭൂരേഖ തഹസിൽദാർ V വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാവിലെ 11 മണിയോടെ നടപടികൾ ആരംഭിച്ചിരുന്നത്. പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് നിലമ്പൂർ CI BS ബിനു, പൂക്കോട്ടുംപാടം CI രാജേന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.